സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കില്ല എന്ന് വൈദ്യുതി മന്ത്രി. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല. വൈദ്യുതി വാങ്ങാനുള്ള കരാറിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഒരു വരുമോ എന്നുള്ളത് മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് KEC ചെയ്തത്. അത് റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ നിയമവശം. തീർച്ചയായും ഈ സാഹചര്യത്തിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ലോഡ് ഷെഡിങ് വരാതെ കഴിക്കാനുള്ളൊരു ശ്രമമായിരിക്കും. ഇല്ല, ഉണ്ടായി. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, വൈദ്യുതി ചാർജ് കൂടില്ല അല്ലേ? എന്നുള്ളൊരു പ്രതീക്ഷയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പങ്കുവെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വേനൽക്കാലമാകുമ്പോഴേക്കും വലിയ ഒരു വൈദ്യുതി ക്ഷാമം വരാനുള്ള ഒരു സാധ്യത KEC കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹ്രസ്വകാല കരാറിന് തീരുമാനം എടുത്തത്. പക്ഷേ അതിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ആ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. കരാറിന് അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ അത് മറ്റ് പ്രതിസന്ധികൾ, അതായത് ഈ ലോഡ് ഷെഡിങ്ങോ അതോടൊപ്പം തന്നെ പവർ കട്ടോ ഉൾപ്പെടെയുള്ള സംവിധാനത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ അതിനുള്ളിൽ തന്നെ ഒരു പരിഹാരം കാണുകയും താൽക്കാലികമായെങ്കിലും വൈദ്യുതി വാങ്ങാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഈ തദ്ദേശീയമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ അദ്ദേഹം മാധ്യമങ്ങളെ ഉൾപ്പെടെയാണ് പഴിക്കുന്നത്. അതായത് വലിയ ജലവൈദ്യുത പദ്ധതികൾ കൊണ്ടുവരാൻ മാധ്യമങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ബദൽ മാർഗങ്ങൾക്കെല്ലാം തന്നെ വലിയ ചിലവാണ് വരുന്നത്. അതുകൊണ്ട് ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ് പരിഹാരമെന്നും വൈദ്യുതി മന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ അനർട്ടിലെ അഴിമതി അടക്കമുള്ള വിഷയത്തിൽ ഈ വേളൂരിക്കെതിരെയുള്ള അന്വേഷണം തുടരുകയാണ്. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. അമൃത.